വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്നെ ഏൽപ്പിച്ചത് കേരളീയ മുസ്ലിം ചരിത്ര വർത്തമാനത്തിൽ എങ്ങനെയാണ് പുതിയ പ്രവണതകൾ പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി അതിനുശേഷം നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, പ്രധാനമായ ഒന്ന് മാധവൻ നായരുടെ പുസ്തകമാണ്. വേറെ ഒന്ന് നമ്മുടെ തിരുമേനി എഴുതിയ, ബ്രഹ്മദത്തൻ തിരുമേനി എഴുതിയ പുസ്തകം, AK കോഡൂരിൻ്റെതുണ്ട്. പക്ഷേ ഈ 3 പുസ്തകങ്ങൾ, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ, ഓരോ പുസ്തകവും മുന്നോട്ട് വെക്കുന്ന പ്രമേയങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ചരിത്രം അതിൻ്റെ എല്ലാവിധ വൈവിധ്യങ്ങളോടെയും കൂടി പ്രവർത്തിക്കുക. ഇതിൽ മാധവൻ നായർ ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, കോഡൂർ ഉന്നയിക്കുന്ന വേറെ ഒരു ആസ്പെക്റ്റാണ്, തിരുമേനി ഉന്നയിക്കുന്നത് വേറെ ഒരു തരത്തിലുള്ള ഒരു വിശകലന മേഖലയിലൂടെയാണ് പോകുന്നത്. എങ്ങനെയാണ് അതേ കാലത്ത് ജീവിച്ച ആളുകളാണ് ചരിത്രം എഴുതിയത്. അപ്പോൾ അവർക്ക് ലഭ്യമായ ഉപാദാനങ്ങളെ വിശ്ലേഷണം ചെയ്ത് നിഗമനങ്ങൾ സ്വരൂപിക്കുന്നിടത്ത് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വൈവിധ്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചരിത്ര രചനയിൽ പ്രധാനമായി ഉന്നയിക്കേണ്ട ഒരു പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ മാധവൻ നായർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. പ്രമോദത്തൻ അപ്പോൾ അദ്ദേഹം തിരുമേനിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നിടത്ത് നിന്ന് നമ്മുടെ കേരളീയ ജീവിതത്തിൽ മുസ്ലിം ചരിത്ര നിർമ്മിതിയെ ഇതെങ്ങനെ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് കൃത്യമായി നമുക്ക് ലക്ഷ്യമുണ്ടാകും. എങ്ങനെയാണ് ഉപാദാനങ്ങളെ ഏറ്റെടുക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടത് എന്നതിൽ ഓരോ ആളുകൾക്കും സത്യസന്ധതക്കപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും സംഘടനാപരവുമായ പക്ഷപാതങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. മാധവൻ നായർ അതിൽ ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ പൊളിയുന്നത് വളരെ ശേഷമാണ്. അതിലൊരു പ്രധാനമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യ സമരമൊക്കെ ഏതാണ്ട് കെട്ടടങ്ങുകയും അതിനെ ഇംഗ്ലീഷുകാർ മേൽക്കൈ നേടുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ സമര കാലഘട്ടങ്ങളിൽ ആ ഉണ്ടായിരുന്ന ആളുകൾക്ക് പറ്റിയ നഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് നഷ്ടങ്ങൾ ഉണ്ടായത്, എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി കൃത്യമായ കണക്കെടുക്കാൻ വേണ്ടി ആ നഷ്ടപരിഹാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കാം എന്ന ഒരു വാഗ്ദാനത്തിൻ്റെ ഭാഗമായി വിശദമായിട്ടുള്ള കണക്കെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഈ കണക്കെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായ ആ ദിവസം മുതൽ മലബാറിലെ സവർണ ഹിന്ദുക്കളും അല്ലാത്ത ആളുകളും ഒരുപോലെ എഴുതി കൊടുക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. എനിക്കിത്ര പശുവിനെ പോയിട്ടുണ്ട്, എനിക്കിത്ര ഏക്കർ പോയിട്ടുണ്ട്, എനിക്ക് അവിടെ എൻ്റെ തെങ്ങൻപറമ്പ് ആകെക്കൂടി ഇവർ കൈവശം വെച്ചിട്ടുണ്ട്, എൻ്റെ കന്നുകാലികളെ കൊണ്ടുപോയിട്ടുണ്ട്, ഇങ്ങനെയാണ് എൻ്റെ ക്ഷേത്രങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കണക്കുകൾ കൊടുക്കുകയാണ്. ഈ കണക്കുകളാണ് പിൽക്കാലത്ത് 1921 ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന സമരത്തിൽ ഒരു വിഭാഗത്തിന് ഇത്രയേറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി വരുന്നത് ഈ ഒരു കണക്ക് വന്നോടുകൂടിയാണ്. സത്യത്തിൽ സമരകാലങ്ങളിലുണ്ടായ നഷ്ടങ്ങളും ഈ കണക്കുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് തോന്നുന്നത് ആ ബന്ധക്കേട് പൊളിച്ചത് യൂസുഫ് അലിൻ്റെ പുസ്തകത്തിലൂടെയാണ് എന്നാണ് തോന്നുന്നത്. അതെ, അത് ഏതാണ്ട് ഉറപ്പാണ്, ഉറപ്പ് തന്നെയാണത്. അതെങ്ങനെയാണ് ഈ നഷ്ടക്കണക്കുകൾ ചരിത്രത്തിലെ ഒരു ഇപ്പോഴും ഈ കാലത്ത് പോലും വരും കാലങ്ങളിൽ പോലും 1921 സമരകാലങ്ങളിൽ ഉണ്ടായ മുസ്ലിം സമൂഹത്തിൻ്റെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോയ കണക്കുകൾ, ആ കണക്കുകളുടെ പേരിലാണ് ഇപ്പോഴും ഒരു സമുദായം വേട്ടയാടുന്നതിൻ്റെ ഒരു ഘടകം. അപ്പോൾ ചരിത്ര നിർമ്മിതിയെ എങ്ങനെയാണ് ഈ തരത്തിലുള്ള ആഖ്യാനങ്ങൾ വലിയ അളവിൽ സ്വാധീനിക്കുകയും ഒരു സമുദായം കൃത്യമായ അപരാധ ബോധത്തിൽ വേട്ടയാടപ്പെടുകയും ചെയ്യുന്നത് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അതിൻ്റെ ഒരു പ്രശ്നം ആർക്കൈവുകളെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്.
ആർക്കൈവുകളെ എങ്ങനെ സമർത്ഥമായി കൊള്ളയടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. ഇപ്പോൾ ജാഫ്ന മുനമ്പുകളിൽ പഴയ കാലത്ത് തന്നെ സിംഹളന്മാരായിരുന്നു താമസിച്ചിരുന്നത് എന്നതിന് കള്ള ആർക്കൈവ് രേഖകൾ ഉണ്ടാക്കുകയും ഈ ആർക്കൈവുകൾ ചരിത്രമായി മാറുകയും ചെയ്ത അതിൻ്റെ കഥകൾ ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നോവലിൽ പറയുന്നുണ്ട്. ഈ ആണ്ടാർ ദേവനാഗി സുനന്ദി അത് ഞാൻ പറയുന്നുണ്ട്. സുനന്ദി പറയുന്നുണ്ട് എങ്ങനെ ജാഫ്ന മുനമ്പിൽ ജീവിച്ചിരുന്നത് തമിഴരായിരുന്നു എന്നുള്ളതും അവരുടെ പ്രപിതാക്കളായിരുന്നു എന്നും അവർ കേരള ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കുടിയേറുന്നതിന് മുമ്പ് ജാഫ്ന വൻ കാടുകൾ മാത്രമായിരുന്നു എന്നുമുള്ള ചരിത്ര സത്യം ആർക്കൈവുകളെ കൊള്ളയടിച്ച് പുതിയ ഉപാദാനങ്ങൾ ഉണ്ടാക്കി അത് രേഖയാകുന്നതോടുകൂടി തമിഴ് പാരമ്പര്യം ജാഫ്നയുടെ ഒരു അനിവാര്യതയല്ലാതെയായി മാറുന്നു എന്നാണ്. അപ്പോൾ സി കെ കരീമിൻ്റെ ഒരു ലേഖനം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പെരുമൺ ദുരന്തവും ടിപ്പു സുൽത്താനും എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. പെരുമൺ ദുരന്തവും ടിപ്പു സുൽത്താൻ ജീവിച്ച കാലം ഏതാണ്? പെരുമൺ ദുരന്തം നമ്മളൊക്കെ അനുഭവിച്ച ഒരു കാലമാണ്. അപ്പോൾ പെരുമൺ ദുരന്തം ഉണ്ടായപ്പോൾ തീവണ്ടി അപകടമാണ്. അതുണ്ടായപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു. ഈ കമ്മീഷൻ കണ്ടെത്തിയത് കാറ്റ് അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിചക്രവാതത്തിൻ്റെ ആഘാതത്തിലാണ് പെരുമൺ ദുരന്തം ഉണ്ടായത് എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെയും കണ്ടെത്താം. ഇത്രയും കേവ് ഭാരമുള്ള തീവണ്ടി പാളങ്ങൾ പൊളിഞ്ഞ് മറിഞ്ഞ് പുഴയിൽ വീഴാൻ കാരണം ഇങ്ങനെയുള്ള കാറ്റാണ് എന്നുള്ള കൃത്യമായ ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളരേഖയാണത്. അപ്പോൾ അങ്ങനെ അതിനെ കളിയാക്കിക്കൊണ്ടാണ് ടിപ്പു സുൽത്താനെ പറ്റി മലബാറിൽ ടിപ്പുവിൻ്റേത് മാത്രമാണ് പടയോട്ടം കേട്ടോ. ടിപ്പുവിൻ്റെ വരവിനെയും പോക്കിനെയും പറ്റി മാത്രമാണ് പടയോട്ടമുള്ളത്. പോർച്ചുഗീസുകാരുടെ പടയോട്ടമല്ല. ഇംഗ്ലീഷുകാരുടെ വരവും 921 സമരവും അതിനെതിരെ അവർ നടത്തിയ ക്രൂരതയും ഒന്നും പടയോട്ടമല്ല. പടയോട്ടം ടിപ്പുവിൻ്റേത് മാത്രമാകുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടാണ് സി കെ കരീം എഴുതിയത്. അപ്പോൾ പെരുമൺ ദുരന്തം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കള്ള ആഖ്യാനങ്ങളിലൂടെ എങ്ങനെയാണോ നിർമ്മിക്കപ്പെടുന്നത്, എങ്ങനെയാണോ അട്ടിമറിക്കപ്പെടുന്നത്, അതുപോലെയാണ് ടിപ്പുവിനെതിരെയുള്ള മലബാറിലെ ആഖ്യാനങ്ങൾ എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ചരിത്ര നിർദ്ധാരണത്തിൻ്റെ പുതിയ ഒരു രൂപം ഉണ്ടായി വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വർത്തമാനകാല മുസ്ലിം സമൂഹം കേരളീയ ചരിത്രത്തെ നിരീക്ഷിക്കുന്നതും രേഖപ്പെടുത്തുന്നതും അവരുടെ സംഘടനാ സ്വരൂപത്തിനകത്തു നിന്നാണ്. അപ്പോൾ ഐക്യസംഘത്തിൻ്റെ വരവും അതിൻ്റെ ഒരു വികാസവും അതിന് ശേഷമുള്ള യാഥാസ്ഥിക സംഘത്തിൻ്റെ സംഘാടന സ്വരൂപവും അതിൻ്റെ വികാസവും പരിണാമവും. അപ്പോൾ അതിൽ നിന്ന് അതോടുകൂടിയാണ് നവോത്ഥാനം ഉണ്ടാകുന്നത്, കേരളീയ ചരിത്രം ഉണ്ടാകുന്നത് എന്നിവർ കണക്ക് കൂട്ടുകയും സംഘടനാ സ്വരൂപത്തിൻ്റെ വികാസമാണ് മലബാറിലെ മുസ്ലിം ചരിത്രമെന്ന് നിരീക്ഷിക്കുകയും ചരിത്രം അതോടുകൂടി ഇല്ലാതെയാവുകയും സംഘടനാ ചരിത്രം മാത്രം ചരിത്രമാവുകയും ചെയ്യുന്ന വലിയ ഒരു വിരോധാഭാസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധരായ ആളുകൾക്ക് അംഗത്വം കൊടുക്കാത്ത സംഘടനയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരളയിൽ അംഗത്വം കിട്ടണമെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടാകാൻ പാടില്ല. ബ്രിട്ടീഷ് വിരുദ്ധരായ ആളുകൾക്ക് അത് അംഗത്വം കിട്ടുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സംഘടന അക്കാലത്തെ പ്രവർത്തകരാണ് പാങ്ങിൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരും തട്ടേങ്ങൽ കുട്ടിയമ്മ മുസ്ലിം മൗലവി മുസ്ലിയാരും ഒക്കെ. ഇവരൊക്കെ പുതിയ കാലത്തെ ചരിത്ര നിർമ്മിതിയിൽ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായി ഏറ്റെടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മുസ്ലിം കേരളീയ മുസ്ലിം ചരിത്ര നിർമ്മിതിയിലെ വലിയൊരു പരിമിതിയാണ്. സംഘടനകൾ ചരിത്രത്തെ റാഞ്ചിയെടുക്കുന്നതോടുകൂടി ചരിത്രം പുറത്ത് അപ്രത്യക്ഷമാവുകയും സംഘടനാ ചരിത്രമായി മാറുകയും ഈ സംഘടനകൾ തമ്മിലുള്ള വൈരത്തെക്കാൾ കൂടുതൽ വൈരം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ
സത്യത്തിൽ മുസ്ലിം ചരിത്രം ശിഥിലമായി പോകുകയും കേരളീയ മുസ്ലിം ചരിത്രം അപ്രസക്തമായി പോവുകയും ചെയ്യുന്നതിന് പ്രധാനമായ ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് മക്തി തങ്ങളാണോ, അതല്ല ഹമദാനി തങ്ങളാണോ, അതല്ല വക്കം മൗലവിയാണോ പ്രധാനം എന്ന ചർച്ച. ഇപ്പോൾ മുജാഹിദ് അല്ലെങ്കിൽ സലഫി സംഘങ്ങൾ കേരളീയ ചരിത്രത്തെ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് അതിൽ ഹമദാനി തങ്ങൾ ഉണ്ടാവില്ല. ഹമദാനി തങ്ങളാണ് കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കൺ. പക്ഷേ അദ്ദേഹത്തിന് തരീക്കത്തുമായി ബന്ധമുള്ളത് കൊണ്ട് അവരെ ഏറ്റെടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ അപകടങ്ങൾ മുസ്ലിം ചരിത്ര നിർമ്മിതിയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനം. ഏറ്റവും പുതിയ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, കേരളീയ മുസ്ലിം ചരിത്രത്തെ ഇന്ന് ആഖ്യാനിക്കപ്പെടുന്നത് ഒരു തരം സൂഫി പരിസരത്ത് നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് തരീക്കത്തിലേക്ക് ഒരു നേർത്ത തരീക്കത്ത് നിലനിൽക്കുകയും ശരീഅത്ത് ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരു അഴഞ്ഞ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ നിന്നുകൊണ്ട് കേരളീയ ചരിത്രത്തെ പുതിയ കാലത്ത് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് വലിയ ഒരു പരിമിതിയായി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏറ്റവും ഓക്സ്ഫോർഡ് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നടക്കുന്ന ഒരു റിസർച്ച്, അവിടെ നടക്കുന്ന റിസർച്ചുകൾ അങ്ങനെ തന്നെ. മഞ്ചേരി പാപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. PhD തീസിസാണ്. അപ്പോൾ മഞ്ചേരി പാപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ മമ്പുറം തങ്ങന്മാരുടെ കറാമത്തുകൾ, ഈ കറാമത്തിനെ പറ്റിയൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തെ പടിഞ്ഞാറൻ സർവകലാശാലകളിലെ നമ്മുടെ കുട്ടികൾ നടത്തുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ. ഇതെന്താന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വലിയ വിസിബിലിറ്റി ഉള്ള വലിയ പ്രമാണിമാരായ നമ്മുടെ കുട്ടികൾ അവിടെ ചെന്നിട്ട് ചെയ്യുന്ന ഒരു പണി, അവരുടേതായ ഒരു ആഖ്യാനം നിർമ്മിക്കുന്നതിലൂടെ മുസ്ലിം സമൂഹത്തിൻ്റെ ആന്തരമായ നിരവധി ശേഷികളെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു പണി. അപ്പോൾ ഏറ്റവും അവസാനമായി വന്നൊരു പുസ്തകമാണ് മൃഗകലാപം എന്ന് പറയുന്നത്. മൃഗകലാപം അഹമ്മദ് കൂരിയയുടെ ഒരു പുസ്തകമാണ് മൃഗകലാപം. ആ പുസ്തകം മൊത്തം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്കതിൽ കിട്ടാവുന്നൊരു സംഗതി, മൃഗങ്ങൾ എങ്ങനെയാണ് 921 മലബാർ സമരകാലത്ത് പ്രവർത്തിച്ചത്, ഇടപെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനുടനീളം അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു ഭാഷ മലബാറിലെ മലബാർ കലാപം, മാപ്പിള കലാപം എന്നാണ്. മാപ്പിള ലഹള എന്നും മാപ്പിള കലാപം എന്നുമാണ്. അപ്പോൾ കൂരിയയിലൂടെ ഈ മാപ്പിള കലാപം എന്നും മാപ്പിള ലഹളയൊന്നും, ലഹളയും കലാപവും ആകുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്, അതിൽ ബോധപൂർവമായ ഹിംസ ഉണ്ടാകും. സമരമാകുമ്പം ബോധപൂർവമായ ഹിംസയില്ല, ഹിംസ വരാം, പക്ഷെ ബോധപൂർവമായ ഒരു ഹിംസ നിലനിൽക്കുന്ന ഉള്ളടങ്ങിയ ഒരു ഭാഷയാണ് കലാപവും ലഹളയും. ലഹള പെട്ടെന്നുണ്ടാകുന്നതായിരിക്കും, കലാപം മിക്കവാറും ആസൂത്രിതമായിരിക്കും എന്ന വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ രണ്ടിലും അത് ഹിംസയുണ്ട്. ഈ തരത്തിൽ കൃത്യമായ ഭാഷയാണ്. അപ്പോൾ വിസിബിലിറ്റി ഉള്ള ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഈ തരത്തിലുള്ള പുസ്തകം എഴുതിക്കുകയും അതിലൂടെ ഒരു സമുദായത്തിൻ്റെ ആത്മബോധത്തെ തകർക്കുകയും റാഞ്ചുകയും ചെയ്യുന്ന പ്രവൃത്തികളാണിപ്പോൾ വിപുലമായി നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ചരിത്ര നിർമ്മിതിയിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ പുസ്തകം മൺസൂൺ ഇസ്ലാം, വേറെ ഒന്ന് തെരീമിലെ കബറിടങ്ങൾ. വലിയ തടിച്ച പുസ്തകമാണ്. തെരീമിലെ കബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു US പ്രൊഫസറാണ് അദ്ദേഹം എഴുതിയത്. മൺസൂൺ ഇസ്ലാം ഒരു കനേഡിയൻ പ്രൊഫസറാണ് എഴുതിയത്. 500 പേജുള്ള വലിയൊരു പുസ്തകമാണ്. ഇപ്പോൾ ഈ ഒരു തരം ശരീരത്തിനെ അട്ടിമറിക്കുകയും ഒരു നേർത്ത തരീക്കത്തിലേക്ക് ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നതോടുകൂടി മുസ്ലിം ചരിത്രത്തിൻ്റെ വലിയ നിർവാഹകത്വങ്ങളിലെ രാഷ്ട്രീയം അപ്രസക്തമാവുകയും അതാകെ കൂടി ഒരു കേവലമായ ആത്മീയമായ ഒരു ആത്മസുഖമായി പരിമിതപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെയാണ് തരീമിലെ കബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വന്ന തങ്ങന്മാർ അവരുണ്ടാക്കിയെടുത്ത അവരുടെ ആത്മീയ ലോകം അതിൻ്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഒരു തരം ഒരു സൂഫി പാരമ്പര്യത്തിൽ ആളുകൾ ഇങ്ങനെ ഒരു തരം ലഹരിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് കേരളീയ ഇസ്ലാമിൻ്റെ പരിസരം എന്നാണ് വരുത്തി തീർക്കുന്നത്. അതോടുകൂടി കേരളത്തിലെ മുസ്ലിം സമൂഹം മുന്നോട്ട് വച്ചിരുന്ന വലിയ ഒരു രാഷ്ട്രീയ നിർവാഹകത്വവും അവരുടെ ഏജൻസിയും അത് അസ്തമിച്ചു പോവുകയും അതില്ലാത്തൊരു പുതിയ സമൂഹം ഉണ്ടായി വരികയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ പുതിയ കാലത്ത് ഇപ്പോൾ എ പി അഹമ്മദിനെ പോലുള്ള ആളുകൾ നിരന്തരം നുണ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇപ്പം അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന ആളായിരുന്നു ഹൈദ്രോസ് കുട്ടി മൂപ്പൻ. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ അവിടെയൊക്കെ ടിപ്പു ചൊല്ലിയാണ്. ഇപ്പോൾ ഹൈദ്രോസ് കുട്ടി മൂപ്പനോട് ടിപ്പു ചോദിക്കുകയാണ്, നീ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൊന്നും പണവും കാണിക്ക വസ്തുക്കളൊക്കെ എനിക്ക് തരണം, അത് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഹൈദ്രോസ് കുട്ടി മൂപ്പൻ പറയുകയാണ്, ഞാൻ അത് തരാൻ പറ്റില്ല, അതൊക്കെ വിശ്വാസികളുടെ സ്വത്താണ്, അത് തരാൻ പറ്റില്ല. അപ്പോൾ ഹൈദ്രോസ് കുട്ടി മൂപ്പനെ ടിപ്പു കൊന്നു, അവിടെ വെച്ച് വധിച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഹൈദ്രോസ് കുട്ടി മൂപ്പനെ പറ്റി കൃത്യമായ ചരിത്ര രേഖകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അത് വെച്ച് ആളുകൾ അഹമ്മദിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പം അഹമ്മദ് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുകയും ഇങ്ങനെ ചരിത്രത്തെ നിരന്തരമായി അട്ടിമറിക്കുകയും ചെയ്യുന്ന രീതിയിൽ കേരളത്തിലെ മുസ്ലിം ചരിത്ര നിർമ്മിതി അപകടകരമായ ഒരു പരിസരത്തെയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതി. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ തീർച്ചയായും പുതിയ സജീവമായ ആഖ്യാനങ്ങൾ, സത്യസന്ധമായ രാഷ്ട്രീയ പ്രാമുഖ്യമുള്ള ആഖ്യാനങ്ങൾ വികസിച്ചു വരേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു. ഇപ്പം പള്ളത്ത് അദ്ദേഹം രാമായണത്തിൻ്റെ ഒരു ബദൽ ആഖ്യാനം എഴുതാൻ ശ്രമിച്ചിരുന്നു. അത് രാവണായനം എന്ന പേരിൽ രാവണന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം രാവണായനം എഴുതാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി കേസരി ബാലകൃഷ്ണപിള്ള നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. രാവണായനം എഴുതുന്നത് എന്നോട് അത്ര പന്തിയല്ല, രാവണായനമല്ല എഴുതേണ്ടത്. രാവണായനം നമുക്ക് കിട്ടേണ്ട ഉപകാരങ്ങളെക്കാൾ കൂടുതൽ ഉപകാരം നമുക്ക് കുമാരനാശാൻ തന്നെ തന്നിട്ടുണ്ട്. അദ്ദേഹം ചിന്താവിഷ്ടയായ സീത എഴുതിയിട്ടുണ്ട് എന്ന്. അപ്പോൾ സീത രാമനോട് ചോദിക്കുന്ന കൃത്യമായ രാഷ്ട്രീയമായ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ആ ചരിത്രത്തിൻ്റെ ആ വർത്തമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ആഖ്യാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ രാമൻ ചോദ്യം ചെയ്യപ്പെടുക. അത് മാറി രാവണനെ ചോദ്യങ്ങൾ ചോദിക്കുകയും രാവണനെ മികച്ച ഒരു കഥ ഒരു സാന്നിധ്യമായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പം രാമനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാതെ നമ്മൾ രാമൻ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് രാവണായനം എഴുതുന്നതിനേക്കാൾ നല്ലത് രാമനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സീതാ കാവ്യങ്ങൾ പോലുള്ള രചനകളാണ് എന്ന് കേസരി അന്ന് നടത്തിയൊരു നിരീക്ഷണമുണ്ട്. അത് സത്യസന്ധമാണ്. നമ്മൾ ബാഹ്യമായി പുറത്തിറങ്ങി നിന്നുകൊണ്ടുള്ള നിരീക്ഷണങ്ങളെക്കാൾ കൂടുതൽ അകത്ത് നിന്നുകൊണ്ടുള്ള പുതിയ ആഖ്യാനങ്ങൾ കണ്ടെത്തുകയും അത് എഴുതി വരികയും അതിനോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന രീതിയിൽ കേരളത്തിലെ മുസ്ലിം ചരിത്ര നിർമ്മിതി പുതിയ ഒരു രീതിശാസ്ത്രത്തിലേക്ക്, പുതിയ ഒരു അവതരണ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇന്ന് കാണുന്ന ഈ പുതിയ തലമുറ ചരിത്രത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ, ഈ തലമുറ വലിയ വലിയ മത പാഠശാലകളിൽ നിന്ന് ഇറങ്ങുന്നവരാണ്. പക്ഷേ അവർ വളരെ പെട്ടെന്ന് വിസ്മയകരമായ ഒരു പൊതുലോകത്തേക്ക് എത്തിപ്പെടുന്നതോടുകൂടി ഗതകാലങ്ങൾ അവർ വിസ്മരിക്കുകയും അവരെത്തിപ്പെട്ട ലോകങ്ങളുടെ സുഖ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർ യൂറോപ്പിനും അതുമാതിരിയുള്ള സംഘങ്ങൾക്കും വേണ്ട ചരിത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറി വരുന്നത് അത്യന്തം അപകടകരമായ ഒരു പ്രവണതയാണ്. ആ തരത്തിലുള്ള രചനകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള രചനകളാണ് ഈ തരത്തിലുള്ളതൊക്കെ. അതിനെ മറികടക്കുന്ന മൗലികതയുള്ള രാഷ്ട്രീയ രചനകൾ കൊണ്ട് മാത്രമേ ഇതിനെ അട്ടിമറിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ നമ്മുടെ പുതുകാല തലമുറ പ്രാപ്തമാകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.